ഓസ്ലറിൻ്റെ റിവ്യൂ. നമസ്കാരം. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയറാമേട്ടൻ നായകനായ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് വന്ന് വർക്കലയുടെ മനോഹാരിതയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ അറിയാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും, ഒരുപാട് റിവ്യൂകൾ കണ്ടു കാണും. എന്തായാലും അശ്വന്ത് കൊക്കിനെ അനുകരിച്ച് ഞാനും റിവ്യൂ എന്ന് പറയുന്ന ഇതിലേക്ക് വന്നു. 1-2 സിനിമയുടെ റിവ്യൂ ഒക്കെ ഇട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓസ്ലറുടെ റിവ്യൂ ഞാൻ വർക്കലയുടെ മനോഹാരിതയിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. വളരെയധികം ഹൈപ്പ് ഈ പടത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഹൈപ്പിന് ഈ പടം നീതി പുലർത്തിയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കാം. എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സംഭവം, ആ സംഭവത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആ സംഭവം അയാളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അയാളെ ഇമോഷണലി ഏതൊക്കെ രീതിയിലാണ് ആ സംഭവം കൊണ്ട് അയാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അതിനുശേഷം അയാൾക്ക് അന്വേഷിക്കേണ്ടി വരുന്ന ഒരു സീരിയൽ കില്ലിംഗ്, ആ സീരിയൽ കില്ലിങ്ങിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് എന്നുള്ള അയാളുടെ അന്വേഷണം, അത് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ്. അതെല്ലാം കൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ആ സീരിയൽ കില്ലിങ്ങിലെ ഇരകൾ തമ്മിലുള്ള കണക്ഷൻ നമ്മൾ സാധാരണ എല്ലാ സിനിമയിലും കാണുന്നത് പോലെ ഇരകൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് എന്ന് കൃത്യമായിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. സീരിയൽ കില്ലിങ്ങിൽ നമ്മൾ ഇതുവരെ കണ്ട രീതി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. നായകനും കൂട്ടുകാരും പല സമയത്തും ക്ലൂലെസ് ആയിട്ട് നിൽക്കുന്നു. ആ ക്ലൂലെസ്സിലേക്ക് ഓരോ ക്ലൂകൾ വരുന്നു. അങ്ങനെ ഇത് തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കുന്നു. മിക്കവാറും ഇതേ ശ്രേണിയിലുള്ള സിനിമകളിൽ കണ്ടുമറന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ്. അത് മിഥുൻ മാനുവൽ തോമസിൻ്റെ മേക്കിങ്ങിൻ്റെ മികവിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യ പകുതി അവസാനിക്കാറാവുമ്പോൾ കില്ലറിലേക്ക് നായകനും കൂട്ടുകാരും എത്തുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നുള്ള ജിജ്ഞാസ നമുക്കുണ്ടാവും. അപ്പോൾ ആദ്യ പകുതി കാണുമ്പോൾ കഥ മുന്നോട്ട് ഇനി എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ള തോന്നലെല്ലാം ഉണ്ടായിരിക്കും. ഒരു സർപ്രൈസ് താരമാണ് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിലൊരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മമ്മൂക്കയല്ല ആ സർപ്രൈസ് താരം, അതും കൂടെ പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് പടം രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ ട്വിസ്റ്റുകളും ടേണുകളും കൃത്യമായി കൊണ്ടുവരുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം പകുതിയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രധാന താരം വീണ്ടും സർപ്രൈസായിട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. അത് തിയേറ്ററിൽ വളരെയധികം കയ്യടികൾ നേടുന്ന ഒരു താരമാണ്. നിങ്ങൾ ആ നിമിഷം തിയേറ്ററിൽ തന്നെ ആസ്വദിച്ച് എൻജോയ് ചെയ്യണം ആ ഒരു നിമിഷം. അതുകൊണ്ട് ആ താരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പലർക്കും അറിയാവുന്ന താരമാണോ അതോ വേറെ ആരെങ്കിലും ആണോ? പല ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിയാണോ, മുകേഷാണോ, കുഞ്ചാക്കോ ബോബനാണോ, ആസിഫ് അലി ആണോ, ഷറഫുദ്ദീനാണോ, ജയസൂര്യാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതാരാണ് എന്ന് നമ്മൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കട്ടെ. അപ്പോൾ സിനിമ കണ്ട് തന്നെ അവരെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളെല്ലാം സിനിമ കണ്ട് ആ സർപ്രൈസ് താരം ആരാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് ഫവാസ് പറഞ്ഞതുപോലെ ആ സർപ്രൈസ് താരത്തെ ഒളിപ്പിച്ചു വെച്ചത് എന്തായാലും നന്നായി എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളും അത് സിനിമ കണ്ട് തന്നെ ആ താരം ആരാണെന്ന് നോക്കാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് തിരക്കഥ മുന്നോട്ട് പോകുമ്പോൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്ക് തീർച്ചയായും നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് ഈ സിനിമ പറ്റുന്നുണ്ട്. ഇനി സിനിമയുടെ ടെക്നിക്കൽ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനം വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. മുൻ തിരക്കഥകളുമായി കമ്പയർ ചെയ്യുമ്പോൾ തിരക്കഥയിൽ ചെറിയ ചെറിയ മിസ്സിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും മിഥുൻ്റെ ക്രാഫ്റ്റ്മാൻ അതിനെല്ലാം തരണം ചെയ്തിട്ടുണ്ട്. കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് സീറ്റഡ്ജ് ത്രില്ലർ അല്ലെങ്കിൽ പോലും ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വർക്കും വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എഡിറ്റിങ് കുറച്ചുകൂടെയൊക്കെ ഒരു സ്ലോ പേസ് ത്രില്ലറാണ് എന്ന് ആൾറെഡി സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എഡിറ്റിങ്ങിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പാട്ട്, പഴയൊരു ഗാനം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കായുടെ തന്നെ സൂപ്പർ ഹിറ്റ് ഗാനമായിട്ടുള്ള പൂമാനമേ എന്ന് പറയുന്ന ഗാനം റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്ലേസ് ചെയ്ത രീതി കുറച്ചുകൂടെയൊക്കെ മികച്ചതാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണത്. അത് പ്ലേസ് ചെയ്ത രീതി കുറച്ചുകൂടെ മികച്ചതാക്കാമായിരുന്നു.
അതുപോലെ തന്നെ BGM ഒരു സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് BGM എന്ന് പറയുന്നത്. അഞ്ചാം പാതിര പോലുള്ള ഇതിൻ്റെ മുൻ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു BGM എന്ന് പറയുന്നത്. പക്ഷേ ഈ സിനിമയുടെ BGM പടത്തിൻ്റെ മൂഡുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ചില സ്ഥലത്തൊക്കെ അത് കൃത്യതയോടുകൂടി വന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി അഭിനേതാക്കൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജയറാമേട്ടൻ്റെ തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ച് ഒരു സിനിമ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി ഇത്രയും ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും ആൾക്കാർ കയറിയ ഒരു പടം ജയറാമേട്ടൻ്റെ കരിയറിൽ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ജയറാമേട്ടൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ ഒരു വളരെ കുറച്ച് രംഗത്തെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പെർഫോമൻസും വളരെ നല്ല രീതിയിലായിരുന്നു. നമ്മുടെ ഇന്ദ്രൻ സേട്ടനൊക്കെ അഞ്ചാം പാതിര ചെയ്ത മാതിരിയുള്ള ഒരു മോഡൽ റോൾ. പിന്നെ അടുത്ത് വരുന്ന ജഗദീഷ് ചേട്ടൻ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സിനിമകളിൽ അദ്ദേഹം ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷത്തിലാണ് ജഗദീഷ് ചേട്ടൻ വരുന്നത്. പുള്ളിയുടെ ആ ഒരു കഥാപാത്രവും അതിൻ്റെ മാനറിസങ്ങളും എല്ലാം വളരെ മികച്ച രീതിയിലായിരുന്നു. ഇനിയും മലയാള സിനിമ ശക്തമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു നടനാണ് ജഗദീഷ് ചേട്ടനെന്ന് അദ്ദേഹം അടിവരയിട്ട് തെളിയിച്ച ഒരു സിനിമയാണ് ഹോസ്റ്റലർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സെന്തിൽ ആ റോളിൽ പുള്ളി ആപ്റ്റായിരുന്നു, ഓക്കെ ആയിരുന്നു, എങ്കിലും കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്താനുണ്ടായിരുന്നു. അനശ്വര രാജൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിലെ ഭാഗ്യനായികയായിട്ട് വരുന്ന അനശ്വര രാജനാണ്. അനശ്വര രാജന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. അർജുൻ നന്ദകുമാർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത 2 സർപ്രൈസ് താരങ്ങളുണ്ട്. ആ താരങ്ങളുടെ പ്രകടനവും മികച്ചതായിരുന്നു. അതിൽ ഒരു താരം അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നും അല്ലായിരുന്നു. ആ ചലഞ്ചിങ്ങും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കെട്ടുറപ്പോടുകൂടി കഥ മുന്നോട്ട് പോയിരുന്നേനെ എന്നുള്ള തോന്നലുണ്ട്. ഓവറാൾ നമുക്ക് ഈ സിനിമ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും സ്ലോ പേസ് ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഷോയ്ക്കോ രാത്രിയിലത്തെ ഷോയ്ക്കോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഫാമിലിക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഒരു അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് ആരും പോകരുത്. നമ്മുടെ മനസ്സിന് ഒരു സ്ലോ ആയിട്ട് കൊണ്ടുവന്ന് മുമ്പോട്ട് കൊണ്ടുപോയി ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് സിനിമ മുമ്പോട്ട് പോയിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ യാതൊരുവിധ നഷ്ടവുമില്ല. ആ ഹൈപ്പ് പ്രതീക്ഷിച്ച ഹൈപ്പ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പടം കണ്ട് തീരുമാനമെടുക്കുക. അപ്പോൾ പേഴ്സണലി എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞാനൊരു സംവിധായകൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ അഞ്ചാം പാതിര പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത്. ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമയാണ് എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. ആ ഒരു രീതിയിൽ പടം തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ നിങ്ങളും തീർച്ചയായും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ പരമാവധി ശ്രമിക്കുക.